ചെയ്യുക, ഉല്ലാസമായി നടക്കും സഹോദര, നല്ല പോൽ ചിന്ത ചെയ്യുക. പുല്ലിൻ പൂ പോലെ നിന്റെ പ്രഭാവങ്ങളെല്ലാം ഒഴിഞ്ഞിടുമേ. പുല്ലിൻ പൂ പോലെ നിന്റെ പ്രഭാവങ്ങളെല്ലാം ഒഴിഞ്ഞു. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ള് മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. കർത്താവായ യേശുക്രിസ്തു വളരെ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നുകൂടിയപ്പോൾ വിത്ത് വിതയ്ക്കുന്നവൻ്റെ ഉപമ അവരോട് പ്രസ്താവിച്ചു. വിത്ത് വിതയ്ക്കുന്നവൻ സ്വയം കർത്താവായ യേശുക്രിസ്തുവാണ്. വിത്ത് ദൈവത്തിൻ്റെ വചനമാണ്. ഭൂമി മനുഷ്യൻ്റെ ഹൃദയത്തെ കാണിക്കുന്നു. വിത്ത് വിതയ്ക്കുന്നവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നു. ഈ വചനഭാഗത്ത് 3-ാമത്തെ പ്രകാരമുള്ള ഭൂമിയെ കാണുന്നു: മുള്ളുകൊണ്ട് നിറയപ്പെട്ട ഭൂപ്രദേശം. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. ഇന്നും അനേകർ സുവിശേഷ വചനം കേൾക്കുന്നു എന്ന് വരികിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. അവർ ലോകത്തിൻ്റെ ആകുലതകൾ, കുടുംബത്തിൻ്റെ ആകുലതകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, മാനസിക വേവലാതികൾ, സാമൂഹിക ആകുലതകൾ എന്നിവയിൽ കുടുങ്ങിക്കിടക്കുന്നു. എല്ലാവിധ ആശങ്കകൾക്കും കാരണം മനുഷ്യൻ്റെ പാപമാണ്. സർവ്വമാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, അവരുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കർത്താവായ യേശുക്രിസ്തു മനുഷ്യൻ്റെ പാപം ഏറ്റെടുത്ത് ക്രൂശിൽ മനുഷ്യന് പകരമായി യാഗമായി തീർന്നു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപക്ഷമ പ്രാപിച്ച് ദൈവവൈതലായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.